കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ അഭിനന്ദിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി MP. LDF സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ കേരള യൂത്ത് കോൺഗ്രസ് ശക്തമായി ഉയർത്തിക്കാട്ടിയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ സമാപന പരിപാടിയിലായിരുന്നു രാഹുൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നത്. കേരള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനടക്കമുള്ളവരെ സംസ്ഥാന സർക്കാർ നേരിട്ടതെങ്ങനെയെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും കേരള യൂത്ത് കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും രാഹുൽ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസ് കോർഡിനേറ്റേഴ്സിനെ നിയമിക്കാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. എറണാകുളത്തും പാലക്കാടും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് മാർച്ച് നടത്തി. 17-ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഷേധം വ്യാപിപ്പിച്ച് പോലീസിനെ പ്രതിരോധത്തിലാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ചൊവ്വാഴ്ചയോടെ ജില്ലാതലങ്ങളിലെ പ്രതിഷേധം അവസാനിക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബുധനാഴ്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്താണ് പ്രതിഷേധം. സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ജാമ്യം ലഭിച്ചാൽ രാഹുലിന് വമ്പൻ സ്വീകരണം ഒരുക്കും. പിണറായി സർക്കാരിന്റെ ഇരട്ട നീതിയുടെ ഇരയെന്ന നിലയിലാണ് രാഹുലിനെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. രാഹുലിന്റെ അറസ്റ്റോടെ സംഘടനയിലെ തർക്കങ്ങൾ താൽക്കാലികമായി കെട്ടടങ്ങി. പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന ചാണ്ടി ഉമ്മൻ അനുകൂലികൾ വീണ്ടും സജീവമായി. കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ സമരജ്വാലയിൽ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂറിന്റെ നേതൃത്വത്തിൽ ചാണ്ടി അനുകൂലികൾ പങ്കെടുത്തിരുന്നു. അതേസമയം രാഹുലിന്റെ മെഡിക്കൽ രേഖകൾ വ്യാജമാണെന്നാരോപിച്ച MP ഗോവിന്ദനെതിരെ നിയമ നടപടികൾ തുടങ്ങി. കണ്ണൂരിൽ വനിതാ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. രാഹുലിന്റെ അസാന്നിധ്യത്തിൽ ഉപാധ്യക്ഷൻ അഭിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്.